അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ വൈകുന്നേരത്തിനായാലും രാത്രിക്കായാലും ഒക്കെ കറി ഉണ്ടെങ്കിലും കറി ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിച്ചെടുക്കാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ മാത്രം മതി. അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് കൂടുതൽ ടൈം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം കേട്ടോ. അതിനുശേഷം നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് അരഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചെറിയതും അതുപോലെ കുറച്ച് ഉള്ളി അരിഞ്ഞതും, അപ്പോൾ ചെറുള്ളി ആയാലും കുഴപ്പമില്ല, സവാള ആയാലും കുഴപ്പമില്ല, പിന്നെ കുറച്ച് നല്ല ജീരകം, അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ മുട്ട ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല ചേർക്കണം എന്നിട്ടോ. നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിക്കുക. പിന്നെ നമുക്കതൊന്ന് ടേസ്റ്റ് ആവണമെങ്കിൽ അതിനാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരേനെ മതിയാവും കേട്ടോ, കൂടുതലൊന്നും വേണ്ട. പിന്നെ നമുക്കത് നല്ല വെള്ളം പോലുള്ള പരുവത്തിലാവും. അപ്പോൾ നമ്മളതൊന്ന് നല്ല കുഴച്ച് ഉരുട്ടിയെടുക്കണം. ആ പരുവം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരിപ്പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കാം, പക്ഷേ അരിപ്പൊടി ചേർക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതും ഓപ്ഷനലാണ്, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കുറച്ച് സമയം വെച്ചതിന് ശേഷം അത് ചെറിയ ബോൾസാക്കി പരത്തിയിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിട്ടിരിക്കണം. പിന്നെ തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കും വേണം. അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് അതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്ക് തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തിയിട്ട് പൊള്ളച്ചിട്ട് വരും, നല്ല വീർത്ത് വരും. ആ സമയത്ത് നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് കോരിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റായിട്ട്. കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം. നല്ല ബീഫ് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നല്ല പൊള്ളയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. താങ്ക് യു.